സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഹനീഫയും പന്നിയങ്കര പൈങ്ങായിപ്പറമ്പിൽ കണിയേരി വിജേഷുമാണ് മരിച്ചത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് മരിച്ച വിജേഷ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ്, ഒപ്പം തന്നെ ആനന്ദ് പുതൂരുമുണ്ട്. ആദ്യം ദിസ്നയിലേക്കാണ്. ദിസ്ന, സൂര്യാഘാതമേറ്റ് 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നവരാണ് മരണപ്പെട്ടത്. എങ്ങനെയാണ് സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ജില്ലയിൽ 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ മലപ്പുറം സ്വദേശി ആണ് മരിച്ചിരിക്കുന്നത്. മലപ്പുറം സ്വദേശി ഹനീഫ, 63 വയസ്സാണ്. പടിഞ്ഞാറ്റുമുറിയിൽ സ്വദേശിയാണ് ഇദ്ദേഹം കൂലിപ്പണിക്കാരനാണ്. കഴിഞ്ഞ ദിവസം പണിയെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രാഥമിക നിഗമനം ഡോക്ടർമാർ പറയുന്നത് സൂര്യാഘാതമേറ്റാണ് മരണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സൂര്യാഘാതമേറ്റ് നിർജ്ജലീകരണം ഉണ്ടാവുകയും പിന്നീട് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എത്രത്തോളം സൂര്യാഘാതം ഉണ്ട് എന്നതിന്റെയൊക്കെ വിശദ വിവരങ്ങൾ ഇനി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ലക്ഷ്മി, ശരി. ആനന്ദ് കൂടി ചേരുന്നുണ്ട്. ആനന്ദ്, ഈ നേരിട്ട് ഒരു പക്ഷേ വെയിലത്ത് നിൽക്കേണ്ടത് ഒഴിവാക്കേണ്ട സമയങ്ങളൊക്കെ ഉണ്ട്. ഈ സൂര്യാഘാതമേറ്റ് 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളപ്പോൾ ഒരാൾ പെയിന്റിംഗ് തൊഴിലാളിയാണ്. ഒരു പക്ഷേ അത്തരത്തിൽ എക്സ്പോസ്ഡ് ആയി ഈ ഒരു വെയിലിൽ എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട, ഒപ്പം തന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും ഉണ്ടല്ലോ, ഇത്തരം ഒരു അവസ്ഥ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ? ലക്ഷ്മി, ഇപ്പോൾ വീണ്ടും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് കോഴിക്കോട് നിന്നും പുറത്തു വന്നിരിക്കുന്നത്. പന്നിയങ്കര പൈങ്ങായിപ്പറമ്പിൽ കണിയേരി വിജേഷ് ആണ് ഇത്തരത്തിൽ സൂര്യാഘാതമേറ്റ് മരിച്ചത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് ഈ മരിച്ച വിജേഷ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ ചൊവ്വാഴ്ച പെയിന്റിംഗ് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി സൂര്യാഘാതം എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചൂട് കൂടുകയും അതുമൂലം തലച്ചോറിൽ കട്ടപിടിക്കുകയും ചെയ്താണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കോഴിക്കോട്, പാലക്കാടിനും തൃശ്ശൂരിനും പുറമെ കോഴിക്കോട് ജില്ലയിലും ഉഷ്ണതരംഗത്തിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും കനത്ത ചൂട് തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ 11 മണി മുതൽ 4 മണി വരെ, വൈകിട്ട് 4 മണി വരെയുള്ള പൊതുവെ തുറസായ സ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നത് ആളുകൾ ഒഴിവാക്കണമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. എന്നാലും പല സ്ഥലങ്ങളിലും ഇത് ഇപ്പോഴും കൃത്യമായി പാലിക്കുന്നില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഇതിന്റെ ഭാഗമായി തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ദുരന്ത വാർത്ത വീണ്ടും പുറത്തു വന്നിരിക്കുന്ന ലക്ഷ്മി. ആനന്ദ്, ഈ 12 മണി മുതൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം വെയിലുദിക്കുന്ന സമയം തൊട്ട് തന്നെ നല്ല ചൂടാണ്. അത് പ്രത്യേകിച്ച് ഒരുപക്ഷെ അകത്തളങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും ചൂട് സഹിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ പുറത്ത് ഇത്തരത്തിൽ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എങ്ങനെ അത് താങ്ങും എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിലപ്പുറത്തേക്ക് ഈ ചൂടിൻ്റെ ഒരു കാഠിന്യം വർദ്ധിക്കുന്നു. കോഴിക്കോടൊക്കെ പ്രത്യേകിച്ച് ഉഷ്ണതരംഗമൊക്കെ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളുമുണ്ട്. ഒരുപക്ഷെ ദാഹിച്ചില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണം, അത്തരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതാണല്ലോ പ്രത്യേകിച്ച് ഈ സൂര്യാഘാതം ഏൽക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. ഇനിയും അത് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും ലക്ഷ്മി, അത്തരത്തിൽ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ 11 മണി എന്ന് നമ്മൾ പറയുമ്പോൾ കൂടി രാവിലെ ഏകദേശം 10 മണിയോട് കൂടി തന്നെ അസഹ്യമായിട്ടുള്ള ചൂട് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ദിവസവേതനക്കാരാണ് ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് തുറസായ സ്ഥലങ്ങളിലടക്കം ജോലിയെടുക്കുന്ന ആളുകൾ. ഈ ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ടായിട്ട് കൂടി ആളുകൾ ഇത് കൃത്യമായി പാലിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. പക്ഷേ അത് അവരുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഈ ദിവസവേതനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദിവസത്തെ വേതനം തന്നെയാണ് അവരുടെ ഒരു ദിവസം മുഴുവൻ തള്ളി നീക്കുന്നത്. ആ തലത്തിൽ അവർ ജോലിക്ക് പ്രാധാന്യം നൽകുമ്പോൾ പക്ഷേ ആരോഗ്യപരമായിട്ട് തന്നെ വളരെ ദോഷമായിട്ടുള്ള ഒരു സമയത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ കൃത്യമായിട്ടുള്ള ഉത്തരവുകൾ നിരന്തരമായി ഇറക്കുന്നുണ്ട്. അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രശ്ന പരിഹാര സെല്ലിന് രൂപം നൽകാൻ ജില്ലാ കളക്ടർ നേരത്തെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിർദ്ദേശിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം കൃത്യമായി പൂർത്തീകരിക്കാനും ഈ തണ്ണീർ പന്തലുകൾ വ്യാപാര കേന്ദ്രങ്ങളിലും പൊതു ഇടങ്ങളിലും ആ തലത്തിൽ സംഘടനകളുടെ നേതൃത്വത്തിലെല്ലാം തണ്ണീർ പന്തലുകൾ നിരന്തരമായി അടിക്കടി രൂപം കൊടുക്കാനുള്ള നിർദ്ദേശമെല്ലാം പൊതുവെ ഈ കളക്ടറുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മനുഷ്യർക്ക് പുറമെ ഈ ചൂട് വർദ്ധിച്ചോടെ തന്നെ മൃഗങ്ങളും ദുരിതത്തിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങൾ
പ്രത്യേകിച്ച് ഈ പൊതു സ്ഥലങ്ങളിലെല്ലാം മേയാൻ വിടുന്നത് ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ അത്തരത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. മാത്രമല്ല ഈ വളർത്തു മൃഗങ്ങൾക്ക് ഫാമിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തണമെന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ജില്ല നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഈ ചൂട് വർദ്ധിച്ചതോടെ തന്നെ ഈ രോഗബാധിതരുടെ എണ്ണത്തിലും കൃത്യമായിട്ടുള്ള ഒരു വർധനവുണ്ടായിട്ടുണ്ട്. ഏകദേശം 8,500 പേരാണ് ഒരു മാസത്തിനിടെ ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടിയായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മഞ്ഞപ്പിത്തവും ആ തലത്തിൽ പടരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഈ പൊതുസ്ഥലങ്ങളിലും അത്തരത്തിലുള്ള തട്ടുകടകളിലും ഹോട്ടലുകളിലും എല്ലാം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പരിശോധനകൾ എന്തായാലും കർശനമാക്കിയിട്ടുണ്ട്. ആളുകൾ കൃത്യമായി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ലക്ഷ്മി.